ചോരപ്പുഴയ്ക്ക് ശേഷം ആശ്വാസകയറ്റം വരാം. യുഎസ് ആസ്തികൾ വിൽക്കാൻ യൂറോപ്യൻ ഫണ്ടുകൾ. ഇന്ന് ദാവോസിൽ ട്രംപിന്റെ പ്രസംഗം ശ്രദ്ധാകേന്ദ്രം. സ്വർണം കടിഞ്ഞാൺ പൊട്ടിച്ചു പായുന്നു. ചോരപ്പുഴയ്ക്ക് ശേഷം ആശ്വാസകയറ്റം വരാം. യുഎസ് ആസ്തികൾ വിൽക്കാൻ യൂറോപ്യൻ ഫണ്ടുകൾ. ഇന്ന് ദാവോസിൽ ട്രംപിന്റെ പ്രസംഗം ശ്രദ്ധാകേന്ദ്രം. സ്വർണം കടിഞ്ഞാൺ പൊട്ടിച്ചു പായുന്നു. രാവിലെ ഏഷ്യൻ വിപണികൾ താഴ്ന്നാണ് വ്യാപാരം തുടങ്ങിയത്. എങ്കിലും ചൊവ്വാഴ്ചത്തെ തകർച്ച ആവർത്തിക്കുന്നില്ല. ആഗോള വിപണികൾ ഇന്നലെ ചോരപ്പുഴയിൽ മുങ്ങി. ഇന്ന് രാവിലെ ഏഷ്യൻ വിപണികൾ ഇടിവ് തുടരുകയാണ്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നീക്കത്തിലെ ആശങ്കയും അമർഷവും എല്ലാം വിപണികളിൽ പ്രകടമാണ്. ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ട്രംപ് ലോക സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിൽ അനുനയത്തിന്റെ സൂചന ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. ട്രംപ് ഗ്രീൻലാൻഡിനെ ബലമായി പിടിച്ചടക്കിയാൽ നാറ്റോ സഖ്യം തകരും. അത് യൂറോപ്പിൽ റഷ്യൻ തേർവാഴ്ചയ്ക്ക് വഴി തെളിക്കും. ദാവോസിൽ വിവിധ രാഷ്ട്രീയ, ബിസിനസ് മേധാവികൾ ട്രംപിനെ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ട്രംപിന്റെ നീക്കത്തിൽ അസ്വസ്ഥരായ യൂറോപ്യൻ പെൻഷൻ ഫണ്ടുകളും നിക്ഷേപകരും അമേരിക്കൻ ഓഹരികളും കടപ്പത്രങ്ങളും വിറ്റഴിക്കുകയാണ്. പകരം സ്വർണത്തിലേക്കും വികസ്വര രാജ്യങ്ങളിലേക്കും അവർ പണം നീക്കും. ഇതേ തുടർന്ന് ഇന്നലെ യുഎസ് ഓഹരി വിപണി 2% ഇടിഞ്ഞു. യുഎസ് കടപ്പത്രവില ഇടിഞ്ഞു. സ്വർണം 3% കുതിച്ച് ഔൺസിനു $4,800 കടന്നു. ആഗോള വിഷയങ്ങളും കമ്പനികളുടെ മോശം റിസൾട്ടും ഇന്ത്യൻ വിപണിയെ ഇന്നലെ വലിച്ചു താഴ്ത്തി. ബിഎസ്ഇയുടെ വിപണി മൂല്യം 10 ലക്ഷം കോടി രൂപയിലധികം ഇടിഞ്ഞു. ഇന്ന് രാവിലെ ഏഷ്യൻ വിപണികൾ താഴ്ന്നാണ് വ്യാപാരം തുടങ്ങിയത്. എങ്കിലും ചൊവ്വാഴ്ചത്തെ തകർച്ച ആവർത്തിക്കുന്നില്ല. തിങ്കളാഴ്ച 1.5% ഇടിഞ്ഞ യൂറോപ്യൻ വിപണികൾ ഇന്നലെ 1% മാത്രമേ താഴ്ന്നുള്ളൂ. ചൊവ്വാഴ്ച 2% ഇടിഞ്ഞ യുഎസ് വിപണിയുടെ ഫ്യൂച്ചേഴ്സ് ഇന്ന് മുന്നേറ്റമാണ് സൂചിപ്പിക്കുന്നത്. ഡൌ ജോൺസ് 0.22ഉം S&P 0.31ഉം നാസ്ഡാക്ക് 0.33% ഉയർന്നു നീങ്ങുന്നു. ഇന്ന് രാവിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി 25,310ലേക്ക് കയറി. നിഫ്റ്റി മികച്ച നേട്ടത്തോടെ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇതിലെ സൂചന. കുത്തനെ ഇടിഞ്ഞ് ഇന്ത്യൻ വിപണി. ആഗോള വിഷയങ്ങൾ രൂക്ഷവും കമ്പനികളുടെ മൂന്നാം പാദ റിസൾട്ട് പ്രതീക്ഷയിലും മോശവും ആകുന്നത് ഇന്നലെ ഇന്ത്യൻ വിപണിയെ കുത്തനെ ഇടിച്ചു. മുഖ്യ സൂചികകൾ കഴിഞ്ഞ ഒക്ടോബർ പകുതിയിലെ നിലവരെ വീണു. സെൻസെക്സ് 1,200 പോയിന്റിലധികം താഴ്ന്ന ശേഷം അല്പം തിരിച്ചു കയറി. നിഫ്റ്റി 400ലധികം പോയിന്റ് നഷ്ടപ്പെടുത്തിയ ശേഷം 60ഓളം പോയിന്റ് തിരിച്ചു കയറി. വിശാല വിപണി കൂടുതൽ നഷ്ടം കാണിച്ചു. ഇന്നലെ സെൻസെക്സ് 1,065.71 പോയിന്റ് 1.28% താഴ്ന്ന് 82,180.47 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 353 പോയിന്റ് 1.38% ഇടിഞ്ഞ് 25,232.50 പോയിന്റിൽ അവസാനിച്ചു. ബാങ്ക് നിഫ്റ്റി 487.15 പോയിന്റ് 0.81% താഴ്ന്ന് 59,404.20 ക്ലോസ് ചെയ്തു. മിഡ് ക്യാബ് 100 സൂചിക 1,562.30 പോയിന്റ് 2.62% കുറഞ്ഞ് 58,085.35 സ്മോൾ ക്യാബ് 100 സൂചിക 489.65 പോയിന്റ് 2.85% ഇടിഞ്ഞ് 16,701.05 വ്യാപാരം അവസാനിപ്പിച്ചു. വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം ഇറക്കത്തിന് അനുകൂലമായി തുടർന്നു. ബിഎസ്ഇയിൽ 707 ഓഹരികൾ കയറിയപ്പോൾ 3,590 എണ്ണം താഴ്ന്നു. എൻഎസ്ഇയിൽ 538 എണ്ണം ഉയർന്നു. 2,684 എണ്ണം ഇടിഞ്ഞു. എൻഎസ്ഇയിൽ 67 ഓഹരികൾ 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലെത്തിയപ്പോൾ 638 എണ്ണം 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിലായി. 40 എണ്ണം അപ്പർ സർക്കിട്ടിലെത്തിയപ്പോൾ 154 എണ്ണം ലോവർ സർക്കിട്ടിലെത്തി. എല്ലാ വ്യവസായ മേഖലകളും തളർച്ചയിലായി. റിയൽ എസ്റ്റേറ്റാണ് ഏറ്റവും തകർച്ച നേരിട്ടത്. ശോഭ 10.26ഉം ഓബറോയ് 7.69ഉം ലോധ 6.32ഉം ഗോർട്ടേജ് 5.95ഉം പ്രസ്റ്റീജ് 5.83% ഇടിഞ്ഞു. റിയൽറ്റി സൂചിക 5.04% വീണു. റിയൽറ്റി സൂചിക കഴിഞ്ഞ 10 ദിവസവും താഴുകയായിരുന്നു. ഈ മാസം ഇതുവരെ സൂചിക 9% ഇടിഞ്ഞു. കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹെൽത്ത് കെയർ, ഓട്ടോ, ഐടി, ഫാർമ, മെറ്റൽ, മീഡിയ തുടങ്ങിയവയും വലിയ ഇടിവിലായി. വിദേശ നിക്ഷേപകർ ഇന്നലെയും വിൽപ്പനക്കാരായി. വിദേശ ഫണ്ടുകൾ ക്യാഷ് വിപണിയിൽ 2,938.33 കോടി രൂപയുടെ ഓഹരികൾ വിറ്റു. സ്വദേശി ഫണ്ടുകളും സ്ഥാപനങ്ങളും 3,665.69 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി. നിഫ്റ്റി 3.5 മാസം മുൻപത്തെ നിലയിലേക്കു താഴ്ന്നത് തിരിച്ചുകയറ്റത്തിനു സാധ്യത കാണിക്കുന്നതായി സാങ്കേതിക വിശകലന വിദഗ്ധർ കരുതുന്നു. എങ്കിലും 25,300 - 25,400 മേഖലയിൽ തടസ്സമുണ്ടാകും. ഇന്ന് നിഫ്റ്റിക്ക് 25,175ലും 25,075ലും പിന്തുണ പ്രതീക്ഷിക്കാം. 25,490ലും 25,590ലും പ്രതിരോധം കാണാം. കമ്പനികൾ, വാർത്തകൾ. പെർസിസ്റ്റന്റ് സിസ്റ്റംസ് മികച്ച മൂന്നാം പാദ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വരുമാനം 5.5% വർദ്ധിച്ച് 3,778 കോടി രൂപയിലെത്തി. എന്നാൽ പ്രവർത്തനലാഭ മാർജിൻ 16.3ൽ നിന്നു 14.4%-ആയി കുറഞ്ഞു. ലേബർ കോഡ് 89 കോടി രൂപയുടെ അധിക ബാധ്യത വരുത്തിയതാണ് കാരണം. അറ്റാദായം 6.7% താഴ്ന്ന് 439.4 കോടി രൂപയായി. അനാലിസ്റ്റുകളുടെ പ്രതീക്ഷയിലും മികച്ച മൂന്നാം പാദ റിസൾട്ടാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റേത്. വരുമാനം 7.3% കൂടിയപ്പോൾ പ്രവർത്തനലാഭ 5.1%-ഉം അറ്റാദായം 11.8%-ഉം വർദ്ധിച്ചു.
എന്നാൽ പ്രവർത്തന ലാഭ മാർജിൻ 16.8% താഴ്ന്നു. DCM ശ്രീറാമിന്റെ വരുമാനം 13.8% വർദ്ധിച്ചെങ്കിലും അറ്റാദായം 19% ഇടിഞ്ഞ് 212 കോടി രൂപയായി. പ്രവർത്തനലാഭ മാർജിൻ 141 നിന്ന് 13.3% കുറഞ്ഞു. ഷോപ്പേഴ്സ് സ്റ്റോപ്പിന്റെ വിറ്റുവരവ് 2.6% വർദ്ധിച്ച് 1415 കോടി രൂപയായെങ്കിലും പ്രവർത്തന ലാഭം 11.1% കുറഞ്ഞു. അറ്റാദായം 352 കോടി രൂപയിൽ നിന്ന് 16.1 കോടി രൂപയായി ഇടിഞ്ഞു. ഇന്ത്യാമാർട്ട് ഇന്റർമെഷിന്റെ വിറ്റുവരവ് 13.4% വർദ്ധിച്ച് 401.6 കോടി രൂപയായപ്പോൾ പ്രവർത്തനലാഭം 2.9% കുറഞ്ഞു. എന്നാൽ അറ്റാദായം 55.6% വർദ്ധിച്ച് 188.3 കോടി രൂപയായി. AU സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ അറ്റപലിശ വരുമാനം 26.3% വർദ്ധിച്ചപ്പോൾ അറ്റാദായവും 26.3% കുതിച്ചു. സുപ്രീം പെട്രോകെമിന്റെ മൂന്നാം പാദം മോശമായി. വരുമാനം 66%വും പ്രവർത്തനലാഭം 70%വും കുറഞ്ഞപ്പോൾ അറ്റാദായം 80% ഇടിഞ്ഞു. റാലിസ് ഇന്ത്യയുടെ വരുമാനം 19.3%ഉം പ്രവർത്തന ലാഭം 31.8% ഉയർന്നെങ്കിലും അറ്റാദായം 81.8% ഇടിഞ്ഞു. പുതിയ ലേബർ കോഡും ചില അസാധാരണ ഇനങ്ങളും ചേർന്നാണ് ലാഭം ഇടിച്ചത്. ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനി സിന്റെ DLM വരുമാനം 31.7% കുറഞ്ഞു. അറ്റാദായം 2.7% കൂടി. സ്വർണം വെള്ളി കുതിപ്പ് തുടരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രീൻലാൻഡ് പിടിക്കൽ നീക്കം US ഓഹരികളിലും കടപ്പത്രങ്ങളിലും നിന്ന് നിക്ഷേപകരെ മാറ്റുകയാണ്. ട്രംപിനെ പാഠം പഠിപ്പിക്കാൻ യൂറോപ്യൻ പെൻഷൻ ഫണ്ടുകളും മറ്റും അവ വിറ്റ് സ്വർണത്തിലേക്കും മറ്റും പണം മാറ്റുകയാണ്. സ്വർണത്തിന്റെ അവിചാരിത കുതിപ്പിന് ഇത് വഴിതെളിച്ചു. സ്വർണവില ഇന്നലെ 2% കയറി ഔൺസിന് $4,767.20 വരെ എത്തി. പിന്നീട് നാമമാത്രമായി താഴ്ന്ന് $4,764.40 ക്ലോസ് ചെയ്തു. നേട്ടം $91.70, 1.96%. ഇന്ന് രാവിലെ വില $4,760 വരെ താഴ്ന്ന ശേഷം $4,843 കയറി. വിലക്കയറ്റം തുടരുമെന്നാണ് സൂചന. വെള്ളി ഇന്നലെ ഔൺസിന് $95.99 വരെ കയറിയ ശേഷം ലാഭമെടുക്കലിനെ തുടർന്ന് $94.72 താഴ്ന്നു ക്ലോസ് ചെയ്തു. ഇന്ന് രാവിലെ $95.43 വില കയറിയെങ്കിലും വേഗം താഴ്ന്ന് $94.50 ആയി. കേരളത്തിൽ 22 കാരറ്റ് സ്വർണം പവന് ഇന്നലെ 1,10,400 വരെ ഉയർന്ന ശേഷം അല്പം താഴ്ന്ന് 1,09,840 രൂപയിൽ ക്ലോസ് ചെയ്തു. ഏകദിന കയറ്റം പവന് 2,600 രൂപ. രാജ്യാന്തര വില ഉയരുന്നതിനാൽ ഇന്നും കേരളത്തിൽ വില കുതിക്കും. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ MCX 24 കാരറ്റ് സ്വർണം 10 ഗ്രാമിന് ഇന്നലെ 1,52,500 വരെ എത്തിയിട്ട് താഴ്ന്നു. MCXൽ വെള്ളി കിലോഗ്രാമിന് 3,27,998 രൂപ വരെ കയറിയിട്ട് അല്പം താഴ്ന്നു. ലോഹങ്ങൾ ഭിന്നദിശകളിൽ. വ്യാവസായിക ലോഹങ്ങൾ ഇന്നലെ ഭിന്നദിശകളിൽ നീങ്ങി. അലൂമിനിയം 0.99% താഴ്ന്ന ടണ്ണിന് $3,116.51 ക്ലോസ് ചെയ്തു. ചെമ്പ് 0.20% കയറി ടണ്ണിന് $13,058.85 ആയി. ലെഡും നിക്കലും സിങ്കും താഴ്ന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിഞ്ഞടിൻ 7.54% കുതിച്ചു. റബ്ബർ രാജ്യാന്തര വിപണിയിൽ 0.39% താഴ്ന്നു കിലോഗ്രാമിന് 180.80 ആയി. കൊക്കോ 8.56% ഇടിഞ്ഞ് ടണ്ണിനു $4,652.41 കാപ്പി 2.72% താഴ്ന്നു. പാം ഓയിൽ 0.64% കയറി. ഡോളറും കടപ്പത്രങ്ങളും ഇടിഞ്ഞു. അമേരിക്കൻ ആസ്തികൾ വിൽക്കുന്നതിലേക്ക് വിപണികൾ മാറി. ഗ്രീൻലാൻഡ് പിടിക്കലാണ് വിഷയം. ഇതിന്റെ ഭാഗമായി US കടപ്പത്രങ്ങളിലെ നിക്ഷേപം യൂറോപ്യൻ ഫണ്ടുകൾ കുറച്ചു തുടങ്ങി. സ്വാഭാവികമായും ഡോളർ നിരക്ക് താഴ്ന്നു. അമേരിക്കൻ കടപ്പത്രങ്ങളുടെ വിൽപ്പന കൂടിയതിനാൽ അവയുടെ വില ഇടിഞ്ഞു. അവയിലെ നിക്ഷേപ നേട്ടം യീൽഡ് കൂടി. ഡോളർ സൂചിക ഇന്നലെ 1% ഇടിഞ്ഞ് 98.56 ആയി. പ്രധാനപ്പെട്ട 6 കറൻസികളുമായുള്ള ഡോളർ വിനിമയ നിരക്ക് പരിഗണിച്ചാണ് സൂചിക കണക്കാക്കുന്നത്. ഒരു വർഷം കൊണ്ട് ഡോളർ സൂചികയിൽ 8.79% ഇടിവാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ ഒരു യൂറോ 1719 സെന്റ് ഡോളറിലേക്കും ഒരു പൗണ്ട് 3435 പെനി ഡോളറിലേക്കും കയറി. ജാപ്പനീസ് യെൻ ഒരു ഡോളറിന് 158.21 യെന്നിലേക്ക് താഴ്ന്നു. നികുതി കുറക്കലും ഇടക്കാല പൊതു തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ച ജപ്പാനിൽ കടപ്പത്രം വിറ്റഴിക്കൽ തകൃതിയായി നടക്കുകയാണ്. സ്വിസ് ഫ്രാങ്ക് 0.7901 ഡോളറിലേക്ക് കയറി. ചൈനീസ് യുവാൻ ഡോളറിന് 6.96 യുവാനിലേക്ക് ഉയർന്നു. അമേരിക്കൻ കടപ്പത്ര വിൽപ്പന വർദ്ധിച്ചതോടെ 10 വർഷ കടപ്പത്രങ്ങളുടെ നിക്ഷേപനേട്ടം 4.285% കയറി. 30 വർഷ കടപ്പത്രത്തിലെ നിക്ഷേപനേട്ടം 4.92%. രൂപ റെക്കോർഡ് താഴ്ചയിലേക്ക്. ഡോളർ രാജ്യാന്തര വിപണിയിൽ ദുർബലമാകുമ്പോഴും ഇന്ത്യൻ രൂപ കൂടുതൽ താഴുകയാണ്. വാണിജ്യകമ്മി വർദ്ധിക്കുന്നതും വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് വിട്ടുമടങ്ങുന്നതുമാണ് കാരണം. അമേരിക്കയുമായി വ്യാപാരകരാർ ഉണ്ടാകും വരെ വിദേശ ഫണ്ടുകൾ മടങ്ങിവരില്ല എന്നാണ് നിഗമനം. അടുത്തയാഴ്ച ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ FTA ഉണ്ടാകുമെങ്കിലും അത് രൂപയെ പെട്ടെന്ന് സഹായിക്കാനിടയില്ല.
എന്നാൽ അമേരിക്കൻ ഓഹരികളും കടപ്പത്രങ്ങളും വിറ്റൊഴിയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ആ പണത്തിൽ ഒരു പങ്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ രൂപ രക്ഷപ്പെടും. ഇന്നലെ ഡോളർ 91 രൂപ 8 പൈസ എന്ന സർവകാല റെക്കോർഡിന് അടുത്തുവരെ ചെന്നിട്ട് താഴ്ന്ന 90.98 രൂപയിൽ ക്ലോസ് ചെയ്തു. ഡോളർ സൂചിക താഴ്ന്നതാണ് രൂപയെ സഹായിച്ചത്. റിസർവ് ബാങ്ക് വിപണിയിൽ കാര്യമായ ഇടപെടൽ നടത്തി. ജനുവരിയിൽ 1 രൂപ 20 പൈസ ശതമാനം താഴ്ന്നു. ഈ ധനകാര്യവർഷം ഇതുവരെ 6 രൂപ 50 പൈസ ശതമാനം ഇടിഞ്ഞു. ചൈനീസ് യുവാൻ ഇന്നലെ 13.09 രൂപയിലേക്ക് കയറി. ക്രൂഡ് ഓയിൽ കയറി. കസാഖ്സ്ഥാനിലെ ടെങ്കിഷിച്ചെവ്രോയിൽ കമ്പനി 2 വലിയ എണ്ണപ്പാടങ്ങളിലെ ഉൽപ്പാദനം നിർത്തിയതും ക്രൂഡ് ഓയിൽ വിൽപ്പന 2 ആഴ്ച മുടങ്ങുമെന്നറിയിച്ചതും ഇന്നലെ ക്രൂഡ് ഓയിൽ വിലയെ 1.5% ഉയർത്തി. ബ്രാൻഡ് ഇനം ബാരലിന് $64.92 ആയി. WTI ഇനം 60.34 UAEയുടെ മർബൻ 65.85 ഡോളറിലാണ്. പ്രകൃതി വാതക വില 25% കുതിച്ച് $3.91 അല്പം താഴ്ന്നു. ക്രിപ്റ്റോ ഇടിവ് തുടരുന്നു. ക്രിപ്റ്റോ കറൻസികൾ ഇടിവ് തുടരുകയാണ്. സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ക്രിപ്റ്റോകൾ സുരക്ഷിതമല്ല എന്ന ഭീതിയാണ് കാരണം. ബിറ്റ് കോയിൻ 4% ഇടിഞ്ഞ് $89,000 താഴെ വന്നു. ഈതർ 8% തകർച്ചയോടെ $3,000 സൊലാന 5.5% ഇടിവോടെ $128 താഴെയായി. വിപണി സൂചനകൾ. 2026 ജനുവരി 20 ചൊവ്വ. സെൻസെക്സ് 82,180.47 മുതൽ 1.28% വരെ. നിഫ്റ്റി 50 25,232.50 മുതൽ 1.38% വരെ. ബാങ്ക് നിഫ്റ്റി 59,404.20 മുതൽ 0.81% വരെ. മിഡ് ക്യാപ് 100 58,085.35 മുതൽ 2.62% വരെ. സ്മോൾ ക്യാപ് 100 16,701.05 മുതൽ 2.85% വരെ. ഡൗ ജോൺസ് 48,488.59 മുതൽ 1.76% വരെ. S&P 6,796.86 മുതൽ 2.06% വരെ. നാസ്ഡാക്ക് 22,954.32 മുതൽ 2.39% വരെ. ഡോളർ 90 രൂപ 98 പൈസ പ്ലസ് 0.07. സ്വർണം ഔൺസ് $4,764 പ്ലസ് $92.90. സ്വർണം പവൻ 1,09,840 രൂപ പ്ലസ് രൂപ 2,600.